ഞാൻ ഈ നടന്ന ചെറിയ പാലം വല്ല പരിചയമുണ്ട്. മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ നടന്നും ഇരുന്നും ഒക്കെ അഭിനയിച്ചതാണ്. ഈ വെള്ളായണി അടുത്തന്നെ പുഞ്ചക്കരി എന്ന് പറഞ്ഞ സ്ഥലത്ത് കിടിലൻ പുട്ടും ചിക്കൻ പെരട്ടും ഒക്കെ കിട്ടുന്നൊരു കടയുണ്ട്. പാരമ്പര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശശാണ് ചിക്കൻ പെരട്ട് ടോപ്പ് സാധനം. അന്ന് 1 കിലോ ബീഫിന് 2 രൂപ വിലയുള്ളൂ. എൻ്റെ കർത്താവ്, 1 കിലോ ബീഫിന് 2 രൂപ. എത്ര? ഒരു സാധനം ഉപ്പ് ടീസ്പൂൺ അല്ല, കൈയളവാണ്. കൈയളവ് നല്ല പഞ്ഞി പോലെ നാടൻ കോഴി. അമ്മോ ഭാഗം. ഞാൻ ഈ നടന്ന ചെറിയ പാലം വല്ല പരിചയമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പാലം കണ്ടിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ നടന്നും ഇരുന്നും ഒക്കെ അഭിനയിച്ചതാണ്. ഇപ്പോൾ സിനിമ ഏതാണെന്ന് മനസ്സിലായി? യെസ്, കിരീടം പാലമാണ്. ഇവിടെ വെച്ചിട്ട് മോഹൻലാൽ, പാർവതി, ശ്രീനാഥൊക്കെ അഭിനയിച്ച കുറേ സീനുകൾ ആ സിനിമയ്ക്കകത്തുണ്ട്. കിരീടം സിനിമയ്ക്കകത്ത് ഈ പാലം വന്നതിന് ശേഷം ഇപ്പോൾ കിരീടം പാലം എന്നറിയപ്പെടുന്നത്. ഇത് വെള്ളായണി കായലിലൊക്കെ തൊട്ടടുത്തായിട്ട് കിടക്കുന്നത്. ഇവിടുന്നാണ് വെള്ളായണി തുടങ്ങുന്നത് തന്നെ. ഈ വെള്ളായണി അടുത്ത് തന്നെ പുഞ്ചക്കരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പാപ്പഞ്ചാണി എന്ന് പറഞ്ഞ ചെറിയൊരു ജംഗ്ഷനുണ്ട്. അവിടെ നല്ല കിടിലൻ പുട്ടും ചിക്കൻ പെരട്ടും ഒക്കെ കിട്ടുന്നൊരു കടയുണ്ട്. ശശിചേട്ടൻ്റെ ചിക്കൻ കട എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് പോവാം. നിങ്ങൾ വരുന്നുണ്ടേ പോലും. ഇവിടെ തൊട്ടടുത്തൊന്നുമല്ല, ഇച്ചിരി ദൂരം യാത്ര ചെയ്യാനുണ്ട്. നല്ല ഫുഡ് അവിടെ കൊടുത്താലും നിങ്ങൾ എത്ര ദൂരം യാത്ര ചെയ്യാനും തയ്യാറാണെന്ന് എനിക്കറിയാം. അപ്പം വെള്ളായണി കായലിൻ്റെ അടുത്തുള്ള പുഞ്ചക്കരി പാപ്പഞ്ചാണി ശശിചേട്ടൻ്റെ കട വന്നാൽ ഫുഡും കഴിക്കാം, എങ്ങനെയാണ് തയ്യാറാക്കുന്ന കാണുകയും ചെയ്യാം. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി അയല വറുത്തതുണ്ട് കരിമീൻ പൊരിച്ച. ഇതാണ് പാപ്പഞ്ചാണി, അതായത് പുഞ്ചക്കരി പാപ്പഞ്ചാണി SP ഹോട്ടൽ. SP ഹോട്ടൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. പക്ഷേ പാപ്പഞ്ചാണി ശശിചേട്ടൻ്റെ കടയെന്ന് പറഞ്ഞാലേ എല്ലാവർക്കും അറിയാം. അതെങ്ങനെ അറിയാം? അത്രയ്ക്ക് ടേസ്റ്റാണ് ഇവിടുത്തെ ചിക്കൻ പെരട്ട്. പക്കാ നാട്ടിൻപുറമാണ്. ഇവിടെ ഇപ്പോൾ ആരുമില്ല, ഈ ഹോട്ടൽ മാത്രമേ ഉള്ളൂ, ഞാനേ ഉള്ളൂ. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനൂടെ വണ്ടികളുടെ പ്രവാഹമാവും ഇവിടുത്തെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. നമുക്കൊന്ന് കയറാം. ശശിചേട്ടാ, പാചകത്തിൻ്റെ തിരക്കിലായിരിക്കുമോ? കയറി നോക്കാം. ശശിചേട്ടാ നമസ്കാരം. ഞാൻ പറഞ്ഞ നമ്മുടെ സ്വന്തം ശശിചേട്ടൻ ഇവിടെയുണ്ട്. അകത്ത് പാചക പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വലിയ സൗകര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഇവിടുത്തെ രുചിയാണ് എപ്പോഴും മുമ്പിൽ നിൽക്കുന്നത്. ദൈവം കണ്ടോ, തനി നാടൻ പയർ. ഇവിടുത്തെ ഊടിന് കറികൾ, മെഴുക്ക് പുരട്ടി, തോരൻ എന്നിവയ്ക്ക് വേണ്ടിയിട്ടാണ്. ദൈവമേ, ഇതിനകത്തുള്ള സാധനം എന്താണെന്ന് അറിയണോ? പല നാട്ടിൽ പല പേരാ. തൈര് മുളകെന്ന് പറയുന്നവരുണ്ട്, ഉണ്ടമുളകെന്ന് പറയുന്നുണ്ട്, ഓടംകൊല്ലി മുളകെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഏത് നാട്ടിൽ ഏത് പേരാണെങ്കിലും ഇതിൻ്റെ രുചി, ഇതിൻ്റെ മണം, ഇതിൻ്റെ എരി കേരളത്തിൽ നല്ല ലോകത്തിലെല്ലായിടത്തും ടോപ്പാണ്. കറിക്കകത്തൊക്കെ വീണാണ്ടല്ലോ എന്തൊരു മണമായിരിക്കുന്നറിയോ, അതേപോലെ രുചി. പിന്നെ എരിയുടെ കാര്യം, വെള്ളം കുറേ കുടിക്കും. അറുപത് വർഷത്തോളമായി ശശിചേട്ടൻ ഈ കട തുടങ്ങിയിട്ട്. അതിനുശേഷം ഏകദേശം 20 വർഷമായി ചിക്കൻ പെരട്ട് തുടങ്ങിയിട്ടല്ലേ. അന്ന് ഈ ചിക്കൻ പെരട്ട് തുടങ്ങുന്ന സമയത്ത് തിരുവനന്തപുരത്ത് അങ്ങനെ ചിക്കൻ പെരട്ട് വലുതായിട്ട് എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരുപാട് കടകളുണ്ടെങ്കിലും പാരമ്പര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശശിയാണ് ചിക്കൻ പെരട്ട് ടോപ്പ് സാധനം. ഒന്നുമില്ല, നമ്മൾ ഇത്രയും കിലോമീറ്റർ താങ്ങി ഇവിടെ വന്നില്ലേ, അതെന്തുകൊണ്ടാണ്? അത് ഈ ചിക്കൻ പെരട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അതെ. നമ്മൾ വന്ന ദിവസങ്ങളിലാണ് ശശിചേട്ടൻ പറഞ്ഞു കേട്ടില്ലേ, അവധി ദിവസങ്ങളിലാണ് പോർക്ക്, താറാവ് അങ്ങനെയുള്ള ഓരോ ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് വന്നപ്പോൾ പറഞ്ഞത് ചിക്കൻ പെരട്ടും പോർക്ക് പെരട്ടിയതും ഇങ്ങനെ വെന്ത് പാകമായിട്ട് കിടക്കും. ശശിചേട്ടൻ്റെ മരുമോള ഇതൊന്ന് മാറ്റാം, ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. പാപ്പഞ്ചാണിയിലെ ശശിചേട്ടൻ്റെ ഫേമസ് ആയിട്ടുള്ള ചിക്കൻ പെരട്ട് 20 വർഷമായിട്ട് നാടൻ കോഴിയിൽ. എന്താ അടപ്പ് തുറന്നപ്പോൾ വന്ന മണമെന്നറിയാമോ? ഒന്ന് ഇളക്കിയൊന്നും എടുത്തേ, ഒരു തവി ഒന്ന് പൊട്ടി ഇങ്ങനെ കണ്ട.
നല്ല ചൂടോടെ. അപ്പം കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ വായിൽ വെള്ളം ഊറിയില്ലേ? അപ്പം ഇവിടെ നിന്ന് കാണുന്ന എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ അമ്മേ, പോർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വരുന്ന അങ്കമാലിയാണ്. അങ്കമാലി ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ പോർക്ക് വിൽക്കാനുള്ളതും പോർക്കിൻ്റെ ചന്തയുള്ളതും ഏറ്റവും കൂടുതൽ പോർക്ക് വരട്ടിയതൊക്കെ കൊടുക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ അങ്കമാലി കോട്ടയത്തെയാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് പാപ്പഞ്ചാണി ശശാൻ്റെ കടയിൽ അവധി ദിവസങ്ങളിൽ ഈ സാധനം കിട്ടും. പറയുന്നത് വിശ്വാസമില്ല, ഒന്ന് കണ്ടേ. നേരത്തെ ഇവിടുന്ന് ശശിയേട്ടൻ്റെ മരുമോളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് ഇതിനകത്ത് എന്തൊക്കെ ചേരുവകളാണ് ചേരുന്നത്, ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി പറയുമെന്ന് പറഞ്ഞപ്പോഴേ ഓടിക്കളഞ്ഞ്. അപ്പം നമ്മുടെ ഇവിടെ നിൽക്കുകയല്ലേ പിടിക്കുന്നത്. ശശിയേട്ടാ, ഈ ചിക്കൻ വരട്ടില്ലേ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇതിൽ ആദ്യം ഞങ്ങൾ ചെയ്യുന്നത് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയാണ് ആദ്യം ഇടുന്നത്. രണ്ടാമത് മല്ലി ഇടും. മൂന്നാമത് മുളക് പൊടി ഇടും. അടുത്ത് മസാല ഇടും. ഉപ്പിടും. എല്ലാം കൂടെ ഒന്ന് ഇളക്കി മറിച്ച് കുറച്ചുകൂടെ വേവിക്കും. സംഗതി ഇത്രയേ ഉള്ളൂ ചിക്കൻ പുരട്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത്രയും വർഷങ്ങൾ ചെയ്യുന്നതിൻ്റെ ഈ ഒരു കൈപ്പുണ്യം കൂടി ഇതിൽ ചേരുമ്പോഴാണ് ഈ ചിക്കൻ പുരട്ടിന് ആ രുചി. ഇതിലിടുന്ന മുളക് പൊടിയായാലും ഉപ്പായാലും മല്ലിപ്പൊടി ആയാലും എന്തായാലും എൻ്റെ കൈക്ക് നോട്ടത്തിനും കണ്ണിൻ്റെ കാഴ്ച കൊണ്ടോ ചെയ്യും. ഒരു സാധനം ഉപ്പ് നോക്കിയിട്ടില്ല. കൈയളവ് പഴയ പാചകക്കാരിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അല്ല എനിക്കെങ്ങാണ്ട് പാചകം അറിയാം, ഒരിക്കലുമില്ല. അപ്പൊ ഇത് പോർക്ക്. അപ്പൊ ഇതിലെന്തൊക്കെയാണ്? അതേപോലെ ഉള്ള സാധനം തന്നെ അതിലിടുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, മസാല, മഞ്ഞപ്പൊടി, ഉപ്പ്. അപ്പൊ ഈ പോർക്കിന്റെ നെയ്യ് എന്ന് പറയുന്ന സാധനം എൻ്റെ ഒരു പ്രധാന ഐറ്റം എന്ന് പറയുന്നേക്കാം. ഇല്ല, പോർക്കിന് നമ്മൾ ഇതിനെ കുറച്ചുകൂടെ ഇത് ഇരുന്ന് വരുമ്പോൾ ഇത് തനിയെ വറ്റി പെരട്ട് പോലെ ആവും. അപ്പൊ അതിന്റെ നെയ്യ് അംശം ഒന്നും വരില്ല. പെരട്ട് പോലെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇനിയുള്ളത് മട്ടൻ. മട്ടൻ ഇതേപോലെ കറിയാണ്, ചെറിയ ഒരു കറി, അതായത് വലിയ ഗ്രേവി ഇല്ലാതെ നമുക്ക് പെരട്ടി കഴിക്കുന്ന രീതിയിൽ. പിന്നെ ഊണിന് വേറെ എന്തൊക്കെ കറികളാണ്? സാമ്പാർ, അവിയല്, തോരൻ, സാലഡ്, പുളിശ്ശേരി, മറ്റേ ഉടംകൊല്ലി മുളകിന്റെ ചമ്മന്തി ഊണ് കൊടുക്കാം. അത് ഊണിന് കപ്പയ്ക്ക് എല്ലാത്തിനും. മണം അടിച്ചപ്പോൾ തന്നെ എരിതേ ഇവിടെ എത്തി. ഈ സാധനം കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഐറ്റമാണ് ഇത് ഉണ്ടമുളക് ചമ്മന്തി. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഉണ്ടമുളക് മാത്രമേ കാണത്തുള്ളൂ. ഉണ്ടമുളക് മാത്രമല്ല, ഇതിലേക്ക് വെളിച്ചെണ്ണ ചേരുന്നുണ്ട്, ഉണ്ടമുളക്, പിന്നെ മുളവിൻ്റെ രാജാവ് ഇത്തിരിപ്പോനൻ, കാന്താരി, നല്ല പച്ചക്കാന്താരി, പുളി, ജീരകം, പിന്നെ കൊച്ചുള്ളിയോ സവാള ഏതെങ്കിലും. ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് മിക്സിക്കകത്തായിട്ട് ചമ്മന്തി പരുവത്തിൽ അരച്ചെടുത്തേക്കുക. ഇത് ഊണ് വിളമ്പോഴും കപ്പ കഴിക്കുന്നവർക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ആവശ്യം പോലെ കൊടുക്കും. ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതേപോലെ ചില ദിവസങ്ങളിൽ 2 പ്ലേറ്റ് ഉണ്ടമുളക് ചമ്മന്തി മാത്രം ചിലവാകുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ മണം കേട്ടാൽ അറിയാം ചിക്കൻ പുരട്ടും വേണ്ട, മട്ടനും വേണ്ട, പോർക്കും ഒന്നും വേണ്ട. 1 പ്ലേറ്റ് ചോറടിക്കാൻ ഇവൻ ഒറ്റ ഒരാൾ മതി. ഉടങ്കല്ലി എന്ന് പറഞ്ഞുണ്ടല്ലോ, കട്ട മാസ് കാലിപ്പ് ഉടങ്കല്ലി. ശശിയേട്ടൻ്റെ കടയിലെ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം നിങ്ങൾ കണ്ടല്ലോ. ഇനി ആ വിഭവങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി ഒരു പിടി പിടിച്ചു കഴിക്കാൻ. അരക്കുറ്റി പുട്ടും ചിക്കൻ പുരട്ടും എടുത്തു. ചിക്കൻ പുരട്ട് തന്നോളൂ. പുട്ടും ചിക്കൻ പുരട്ടുമാണ് ഇവിടുത്തെ ഫേമസ് എന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം കൂടെ കഴിച്ചത് എങ്ങോട്ടാണ് പോക്കുന്നത്. നല്ല ആഹാരം എന്ന് പറഞ്ഞാൽ കഴിക്കണം. അരിപ്പുട്ട് നമുക്കൊരു അരക്കുറ്റി മതി. ചൂടുണ്ട് കേട്ടോ. ഗോതമ്പുട്ട് കാവലായിട്ടിരിപ്പുണ്ട്. ഇതൊരു ശകലം കഴിക്കാം. ആ പുട്ടിന് പപ്പടം പിന്നെ പുട്ടിന് അലങ്കാരം പയറും പപ്പടം എന്നാണല്ലോ. കല്യാണ പപ്പടം ഇത് കല്യാണത്തിന് മാത്രമേ കിട്ടത്തുള്ളൂ. എന്നാൽ ചില കല്യാണത്തിനാണ് ഇപ്പോഴും ചെറിയ പപ്പടമാണ്. ഇത് ഇങ്ങോട്ട് വെച്ചിട്ട് നല്ല രസമല്ലേ സൗണ്ട് കേൾക്കാൻ. ഒന്ന് അടങ്ങൂ. കറിയൊന്നുമില്ലാതെ ഇത് ടേസ്റ്റ് കൊണ്ടെന്ന് നോക്കാം.
ഇതിനും ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ വരട്ട് വന്നു. ഒരു സ്പൂണ് തന്നെ ദേ നമ്മൾ കാത്തിരുന്നായിട്ട് ഉടങ്കല്ലി മുളവിൻ്റെ ചമ്മന്തി, അതൊരു ശകലം ഇവിടെ ടേസ്റ്റ് ചെയ്യണം. ഇച്ചിരി പോർക്ക് വരട്ടും. ഇവിടെ കുറേ വിഭവങ്ങളുണ്ടായതുകൊണ്ട് കുറേ കഴിക്കണം. ചെറിയ ചൂടുണ്ട്. സവാള എത്തി. പിന്നെ മഹാ അഹങ്കാരിയായ ഇല കാറ്റത്ത് പറക്കണം. നല്ല ചൂടുണ്ടായതുകൊണ്ട് പാനിടാതിരിക്കാനും പറ്റത്തില്ല. നല്ല പഞ്ഞി പോലെ നാടൻ കോഴി. അറുപത് വർഷമായിട്ട് കട തുടങ്ങിയിട്ടും ഇപ്പോഴും ഒരു മടുപ്പും ഇല്ലാതെ ഈ ചേട്ടൻ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താ അറിയോ? ചേട്ടന് ഇരിക്കാൻ നാട്ടുകാർ സമ്മതിക്കത്തില്ല. വിളിയോട് വിളി. മട്ടൻ കറി വന്നിട്ടുണ്ട്, അതൊരു ശകലം. മട്ടൻ്റെ ചെറിയൊരു പീസ്, നല്ല കുറുകുര ഗ്രേവി. പോർക്കെത്തിയേ. ആ പാകത്തിന് ഉപ്പും എരിയും അടിപൊളി. എരി വരും ഉടനെ. പിന്നെ നമ്മുടെ മുമ്പിൽ ഒരാളി എരിപ്പെടും. പോർക്ക് വഴറ്റിയത് എല്ലാവരും പാചകം ചെയ്ത ഒക്കില്ലെന്ന് കേട്ടിട്ടുണ്ട്. അതെന്താ പറഞ്ഞാൽ അതിൻ്റെ ഒരു പരുവം ബീഫിൻ്റെയോ ചിക്കൻ്റെ കൂട്ടല്ല. അപ്പോൾ ഒരു വെച്ചു നല്ലൊരു പീസ്. ആഹാ, നല്ല പഞ്ഞി പൊളി. ഇരുപത്തഞ്ച് 20 കിലോ കണക്കിനാണ് ഇവിടെ ചിക്കനും മട്ടനും ഒക്കെ പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും അവരിത് ഒരുമിച്ച് ചെയ്യത്തില്ല. 5 കിലോ വീതം പാചകം ചെയ്യും. ആ 5 കിലോ തീരുമ്പോഴത്തേന് അടുത്ത 5 കിലോ ഇടും. അപ്പോൾ ഉറപ്പായിട്ട് നേരത്തെ വിളിച്ചു പറഞ്ഞ് ഒരുപാട് പേര് പാഴ്സലുകാർ വരുന്നുണ്ട്. അപ്പോൾ യാതൊരു രീതിയിൽ ഇവിടുത്തെ ഒരാഹാരം വേസ്റ്റ് ആകാറില്ല. ഏകദേശം 3 മണിയോടെ ആഹാരം ഒഴിയും, ചോറൊഴിയും, കറികളെല്ലാം കാണും. അന്നേരം ആൾക്കാർ വിളിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുക്കറിൽ രണ്ടാമത് ചോറ് പോകും. അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ വിളിച്ചു പറയാ, അവർ തയ്യാറാക്കി അത് ചൂടോടെ ഒന്ന് കഴിക്കാമെന്ന് പറഞ്ഞാൽ ആ സിസ്റ്റം എന്തായാലും കൊള്ളാം. ഇത്രയും കിലോമീറ്റർ താണ്ടി ഇവിടെ വരുന്നതിനകത്ത് കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ട് പോയിട്ട് പുഞ്ചക്കരി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വെക്കുന്നത് ശശിയേട്ടൻ്റെ രൂപവും ശശിയേട്ടൻ്റെ കടയും ഈ രുചികളുമാണ്. ഇനി കുറേ ഐറ്റം വരാനുണ്ട്. കപ്പ വരാനുണ്ട്, ഊണ്, സാമ്പാർ, പുളിശ്ശേരി ഒക്കെ കഴിച്ചപ്പോൾ തന്നെ വയറ് നന്നായിട്ട് നിറഞ്ഞു. എന്നാലും ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് ഞാൻ ഫില്ല് ചെയ്യും, ഉറപ്പാണ്. കപ്പ ശകലം 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 ശകലം. കപ്പ നല്ല കുഴമ്പ് പരുവത്തിലേക്ക്. ഏത് ഐറ്റത്തിൻ്റെയും കൂടെ ഇവർ നല്ല ഗ്രേവി തന്നിട്ടുണ്ട്. ഗ്രേവി മിക്സ് ചെയ്ത് ശകലം കഴിക്കാം. വായിട്ട് ചവയ്ക്കേണ്ടി വന്നില്ല. ഷുക്കെന്ന് പറഞ്ഞാൽ പോയി. പൊട്ടുപിടിപ്പുണ്ട്, വേസ്റ്റാക്കത്തില്ല. അപ്പോൾ കപ്പയ്ക്ക് കൂട്ടിന് ഒരു ചിക്കൻ പീസൂടെ കഴിക്കാം. ഈ രുചികളിങ്ങനെ വായി നിൽക്കുന്നുണ്ടേ എന്ത് പേര് പറയണമെന്ന് അറിയത്തില്ല. സൂപ്പർ എന്ന് പറഞ്ഞാലും ഗംഭീരം എന്ന് പറഞ്ഞാലും അടിപൊളി എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെ. എൻ്റെ ഭാഷ പറഞ്ഞാൽ കൊല്ലക്കൻ. ഇറച്ചി കഴിക്കുമ്പോൾ സവാള കൂടെ വേണമെന്ന് അമ്മ എപ്പോഴും പറയും. മട്ടൻ്റെ ഒരു പീസ് നല്ല എല്ലിനോട് ചേർന്നിരിക്കുന്ന ഭാഗം ഇങ്ങനെ മട്ടൻ്റെ ഗ്രേവിക്ക് ഭയങ്കര ടേസ്റ്റായിട്ടും പറയാതിരിക്കാൻ വയ്യ. പിന്നെ നമ്മുടെ സ്വന്തം ഈ കടയുടെ 20 വർഷമായിട്ടുള്ള ഫേമസ് ഐറ്റം നാടൻ ചിക്കൻ വരട്ട്.
തിരുവനന്തപുരത്ത് വരുമ്പോൾ നിങ്ങൾ ഒരു 2 മണിക്കൂർ ഇവിടത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ രുചി ഊറുന്ന ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് പോകാം. ഇത് ഞാൻ തരുന്ന ഉറപ്പാണ്, 100-ൽ 100. ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തി. ചമ്മന്തിയുടെ രുചി ഇപ്പോഴും കൈ നിൽക്കുക. മട്ടൻ പീസ്, ഇത് നോക്ക്, പൊട്ടൊന്നുമില്ലേ, എല്ലാം ഫിനിഷ് ചെയ്ത്. കാര്യം ആഹാരത്തിൻ്റെ വിലയെന്ന് പറയുന്നത് ഒരുപാട് പേര് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കാത്തിരിപ്പുണ്ട്. അപ്പം നമ്മളായിട്ടുണ്ട് കളഞ്ഞ് ശരിയാണോ? പ്രത്യേകിച്ച് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിട്ട്. ചേട്ടൻ്റെ കൈപ്പുണ്യം ഒന്നും പറയാതിരിക്കാൻ വയ്യ കേട്ടോ, എന്തൊരു ടേസ്റ്റാണ്. അതിൻ്റെ പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കിയത് ഇത്രയും വർഷത്തെ പരിചയവും കൂടാതെ ഇവർ തന്നെ മുളകും മല്ലിയൊക്കെ മേടിച്ച് ഉണക്കി പൊടിപ്പിച്ച് മസാലയെല്ലാം ഒരു പാക്കറ്റ് സാധനങ്ങൾ ഉപയോഗിക്കുന്നില്ല. അത് തന്നെയാണ് സവാള. ഇച്ചിരി വെള്ളം കുടിച്ചു. മട്ടനും പോർക്കും ചിക്കനും പുട്ട് കപ്പ ഇനി ഊണുണ്ട്. ഊണുണ്ട് എൻ്റെ വയറ്റിൽ നിറയാത്തതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഞാൻ നോക്കിയില്ല. ഇത്രയും ആഹാരം കഴിച്ചപ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞത് മുഴുവനും സത്യം. 60 വർഷമായിട്ട് തുടങ്ങി ഇപ്പോഴും 20 വർഷമായിട്ട് ചിക്കൻ പറ്റുണ്ട്. ഈ ഉള്ള ഏരിയയിൽ ഈ ഹോട്ടൽ ഇതേപോലെ നിലനിൽക്കണമെങ്കിൽ ഇവിടെ ഇരുന്നാൽ മതി. ആൾക്കാർ വണ്ടി വിളിച്ച് ഇവിടെ വന്നത് പാഴ്സലിനും കഴിക്കാനും എല്ലാം നല്ല തിരക്കാണ്. അപ്പം ഞാനേ കൈ കഴിവട്ടെ, തിരക്കായി തുടങ്ങി. ഇനിയും കഥ പറഞ്ഞുകൊണ്ടിരുന്നാലേ കഴിക്കാൻ വരുന്നവർ എന്നെ ഓടിക്കും. നല്ല ഉറക്കമായിരുന്നു. ഈ പണ്ടുള്ളവർ പറയുന്ന കറക്റ്റ് കാര്യം. പണ്ടുള്ളവർ എന്ത് പറഞ്ഞാലും അതെല്ലാം കറക്റ്റാണ്. ഉണ്ടാ ക്ഷീണം തെണ്ടിക്കുമെന്ന്. സത്യം പറഞ്ഞാൽ ചേട്ടൻ്റെ ഇടയ്ക്ക് ഒരു വയറ് നിറച്ചുണ്ടു എന്നെ തെണ്ടിക്കുന്ന ക്ഷീണമാണ്. ഉച്ച കഴിഞ്ഞൊരു പണിക്ക് വന്ന് വിചാരിച്ചേ, എന്തായാലും ഈ ക്ഷീണം വെച്ചിട്ട് ഞാൻ പണിക്ക് പോകത്തില്ല. രുചിയും ക്ഷീണവും ഇന്നിനി ഇവിടെ ഇച്ചിരി നേരം കിടന്നിട്ടുള്ള പരിപാടിയേ ഉള്ളൂ.